അപ്പോൾ എന്തായാലും ഇത് ഇപ്പോൾ ഇറാൻ അമേരിക്ക എന്നുള്ള വിഷയം എന്നതിനപ്പുറം ഇതൊരു ലോക വിഷയമായിട്ട് തന്നെ മാറാം എന്നുള്ളതാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നത്. ഇറാൻ അമേരിക്ക എന്ന് പറയുന്ന വിഷയം ശരിക്കും ഉണ്ടാകുന്ന ഇത് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഇറാന് രൂപ കൊടുത്ത് എണ്ണ വാങ്ങിക്കാൻ തുടങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ആ കാലം മുതലുണ്ട്. ഇപ്പോൾ വർഷം എത്രയായി, ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം എന്താ? കാരണം ഇറാൻ അടിച്ചു കൊടുത്തിരിക്കുന്ന സാങ്ഷനുകളാണ്. കാരണം വേറെ വഴിയില്ല. ഈ സ്വിഫ്റ്റ് സിസ്റ്റം വഴി ഇറാനിലേക്ക് പൈസ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള പൈസ എങ്ങനെയാ വെച്ചാൽ തന്നിരുപേ എന്നാണ് മറ്റേ ഇറാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മതി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അന്നും നമ്മൾ അമേരിക്കയുടെ സുഹൃത്തായിരുന്നു. നമ്മൾ ബോണ്ടുകൾ മറ്റേ ഡോളറിൻ്റെ ബോണ്ടുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോളറിൻ്റെ ബോണ്ടുകൾ മുഴുവൻ നമ്മൾ ഓഫ് ലോഡ് ചെയ്യാണ്. കാരണം ഇപ്പോൾ ഡോളർ ബോണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന പൈസ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നു കഴിയുമ്പോഴത്തേക്ക് റഷ്യയുടെ ഒരു 400 ബില്യൺ ഡോളറോളം അമേരിക്ക പിടിച്ചു വെച്ചു. ഈ പൈസ ഇനി തരൂല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട്, അതായത് അവർക്ക് കടം കൊടുത്ത പൈസയാണ്, ആ പൈസ ഇനി തരൂല്ല, നീ യുക്രൈനെ പോയി അടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത് കുത്തിന് പിടിച്ച് അതങ്ങ് പിടിച്ചു വയ്ക്കരുത്, എന്നിട്ട് അതാണ് യുക്രൈന് കൊടുക്കും എന്ന് പറയുന്നു. പക്ഷേ ആ പൈസ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സിനാണ്. അത് വേറെ കാര്യം. അത് ഉക്രൈന് അതിൻ്റെ അകത്ത് ഒറ്റ പൈസ ചെല്ലുന്നില്ല എന്നുള്ളത് വേറെ ഒരു സത്യം. പക്ഷേ ഇങ്ങനൊരു സിനാരിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളറിൻ്റെ അകത്തു നിന്നൊക്കെ പുറത്തേക്ക് വരുന്നതും നമ്മൾ ഡോളറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതും ആ ഒരു അവസ്ഥ വരുന്നത്. കാരണം ഈ സാധനത്തിന് കൊണ്ട് ഒരു ബോധമില്ല പൊക്കണോ ഇല്ലാതെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അല്ല, ഇതിപ്പോൾ ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണെങ്കിലും ഈ പറയുന്ന സംഗതികളൊക്കെ ഓൾറെഡി അമേരിക്കയുടെ സ്വഭാവം തന്നെയാണല്ലോ. ട്രംപ് കുറച്ചൊരു ഭ്രാന്ത് സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതല്ല, അത് ആക്ച്വലി അമേരിക്കയുടെ സ്വഭാവം. അതായത് ഈ പറയുന്ന പോലെ നാട്ടിൻപുറത്തെ കടുത്ത ബ്ലേഡുകാരൻ്റെ സ്വഭാവം തന്നെയാണ്. നീ തന്നാൽ നീ തരത്തില്ല, തിരിച്ചു തരത്തില്ല, നീ അവനോട് വേണ്ടിയാ ഞാൻ നിനക്ക് പിന്നെ പൈസ. ഇതൊരു രാജ്യം എന്തായാലും ഈ ഒരു ഇതുകൊണ്ടാണ് മറ്റേ ശശി തരൂർ പറഞ്ഞു, ഇതിനു മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡൻസിനൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ അതേയില്ല എന്ന് തരൂർ പറഞ്ഞത്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, എപ്പോഴും പറയുന്ന പോലെ, ഈ ഒരു ലോകക്രമത്തിന് കാത്തിരിക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഇന്ത്യക്കും നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല. നമ്മൾ പിന്നെ സൈലന്റ് ആയിട്ട് നമ്മുടെ കാര്യം നോക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ അടുത്ത് വന്ന വേറൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു, വിവരം കൂടെ ഉണ്ടായിരുന്നു. ലീക്ക് ചെയ്ത ഒരു ഓഡിയോ ടേപ്പും അതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മൾ ഭാരതം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓഫറാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ട്രേഡ് ഡീലിന് വേണ്ടി കൊടുത്തതെന്നും അത്രയും നല്ല ഓഫർ വേറെ ആരും എന്താ പറയുക കൊടുത്തിട്ടില്ലായിരുന്നു എന്നും, അത് ഏകദേശം ഒന്ന് റെഡിയായി വന്ന സമയത്താണ് മറ്റേ ലുട്നിക്ക് പറയുന്ന പോലെ മോദി ട്രംപിനെ അങ്ങോട്ട് വിളിക്കണം, എന്നാൽ നമുക്ക് ഈ ഡീല് നടത്താമെന്നും മോദി വിളിച്ചുമില്ല. അതിൻ്റെ അകത്ത് മെയിനായിട്ട് മറ്റേ നവാറോ, JD വാൻസ്, ട്രംപ് തന്നെയും ഇവർ 3 പേരുമാണ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീൽ നടക്കാതിരിക്കാനുള്ള കാരണമെന്നും പറഞ്ഞിട്ട് ഒരു ലീക്ഡ് ഓഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നുള്ള അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ 3 പേരാണ് ഇതിനെതിരെ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇരുന്ന് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ കാത്തിരിക്കാം.